ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കൈപ്പയ്ക്ക മെഴുക്കുവരട്ടിയാണ്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല മൊരിഞ്ഞ കൈപ്പയ്ക്ക മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ കൈപ്പയ്ക്ക നന്ന കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കൈപ്പയ്ക്ക കേട്ടോ. ഇത് നല്ല കയ്പുള്ള കൈപ്പയ്ക്കയാണ്. കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക ആണ്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. കൈപ്പയ്ക്ക ഞാൻ നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ കനം കുറയരുത് കണ്ടോ. ഇതേ രീതിയിൽ അരിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വറക്കുമ്പോൾ അതങ്ങനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങോട്ട് വഴന്നു പോകും. ഇതേ രീതിയിൽ നമ്മൾ സ്ലൈസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് തിരുമ്മി വയ്ക്കണം. അതിനുശേഷം വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്തിട്ട് വേണം നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കുമ്പോൾ കുറേശ്ശെ ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നന്നായി കൈകൊണ്ട് നന്നായി തിരുമ്മി കൂട്ടണം കേട്ടോ. നന്നായി തിരുമ്മി വെച്ചിട്ടുണ്ട്. നന്നായി തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഒട്ടും വെള്ളമില്ല. പിന്നെ അത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത ശേഷം ഒരു 5 മിനിറ്റ് കൊണ്ട് വെക്കണം. വെച്ച ശേഷം വേണം ഇത് ഓയിലിൽ നമ്മൾ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ത് വേണോ നമുക്ക് ഉപയോഗിച്ചിട്ട് വറുത്തെടുക്കാം കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, ഓയിലിലും ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നന്നായി മൊരിയണം. വെറുതെ വഴന്നാൽ പോരാ, നന്നായി മൊരിഞ്ഞു വരണം കേട്ടോ. നമ്മൾ കൈപ്പയ്ക്ക നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. മൊരിഞ്ഞു വന്നിട്ടും ഇതിൻ്റെ പച്ച കളറൊന്നും മാറിയിട്ടില്ല. നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് താനും. അപ്പോൾ ഈ പാകം മതി നമുക്ക്. ഉണ്ടോ, ഈ പാകം മതി. നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റുക കേട്ടോ. എന്നിട്ട് അടുത്ത പോർഷൻ ഇട്ട് കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. അടുത്ത ഭാഗം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഓയിൽ തന്നെ മതിയാവും കേട്ടോ. ഇനി വേറെ കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കോരിയെടുത്ത ഇതാണിത്. അപ്പോൾ ഇതും കൂടി നന്നായി മൊരിഞ്ഞിട്ട് വേണം നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാൻ. ഈ രീതിയിൽ പാവയ്ക്ക മെഴുക്കുവരട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടും. മെഴുക്കുവരട്ടിക്കുള്ള പാവയ്ക്ക വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. പിന്നെ മെഴുക്കുവരട്ടിക്കുള്ള ഉള്ളിയും മുളകും ചതച്ച് എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി കുറച്ച് 5-6 ചുവന്നുള്ളിയും പിന്നെ വെളുത്തുള്ളി 2 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ വെളുത്തുള്ളി ചേർക്കണ്ട. പിന്നെ വറ്റൽമുളക് ചതച്ച് വെച്ചതാണ്. ഇത് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അപ്പോൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അതായത് ഇതിൽ എണ്ണയുടെ അംശമുള്ള കാരണം നമുക്ക് ഉപ്പേരി മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ മുളകൊന്നും മൊരിഞ്ഞ് വരാനുള്ള വെളിച്ചെണ്ണ മതി. ഇതിലേക്ക് ഓരോ സ്പൂണ് വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മുളക് കുത്തിയത്, മുളകും അതുപോലെ തന്നെ ഉള്ളിയും ചതച്ച് വെച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാത്രത്തിലേക്ക് ഉള്ളി ചതച്ചതും അതുപോലെ മുളകും കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതും ചെറുതായി ഒന്ന് മുരിഞ്ഞ് വരണം. മുളക് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കൈപ്പയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈപ്പയ്ക്ക ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം മുളക് പൊടി ചെറുതായിട്ട് ഇട്ട് കൊടുക്കും. 1/4 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ.
ഇത് പെട്ടെന്ന് ഇറക്കി വെക്കരുത്. ഇതിലുള്ള വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് ഇത് കുറച്ച് സമയം കൂടി മുരിഞ്ഞ് വരണം. അങ്ങനെ മെഴുക്കുവരട്ടിയിൽ ഓൾറെഡി നമ്മൾ കൈപ്പയ്ക്ക ഉപ്പിട്ടിട്ടാണ് വറുത്തെടുത്തത്. ഇതിൽ ഉപ്പ് കുറവാണ് തോന്നുന്നത്, നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ മെഴുക്കുവരട്ടിയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്.